ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. ഡ്രീം കേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്ന പോലെ അല്ല കേട്ടോ. കംപ്ലീറ്റ് നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് ഫെദറൊന്നും ഇല്ലാതെ യാതൊരുവിധ ഡ്രീം കേച്ചറിൻ്റെ ടൂൾസ് ഒന്നും ഇല്ലാതെ ചെയ്തെടുക്കുന്ന ഒരു സിമ്പിൾ ഈസി ഡ്രീം കേച്ചറാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിന് മുന്നേ കുഞ്ഞൊരു കാര്യം പറയട്ടെ. നമ്മുടെ സ്ലൈം മേക്കിംഗ്, ബബിൾസ് മേക്കിംഗ്, അതുപോലെ തന്നെ കുട്ടികളുടെ പ്രിയപ്പെട്ട ബാലവേരിലെ മാജിക് വേർഡ് ഉണ്ടാക്കുന്ന വീഡിയോ, ഇതൊക്കെ നമ്മൾ കിഡ്സ് ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ അതൊന്ന് കണ്ടു നോക്കിയിട്ട് ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്കായിട്ട് ഞാൻ അവിടെ ഒരു കേക്കിൻ്റെ ബോക്സാണ് എടുത്തിരിക്കുന്നത്. ഒരു കാർഡ്ബോർഡ് ബോക്സാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ അവിടെ നമ്മുടെ കോമ്പസ് വെച്ച് വരച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കട്ടിയുള്ളൊരു പേപ്പറാണ്. ഞാനിവിടെ നമ്മുടെ പുസ്തകത്തിൻ്റെ ചട്ടയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിൽ നിന്നും കുറച്ച് സ്ട്രിപ്സ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ. ഇത് നമ്മളിപ്പോൾ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തില്ലേ, അതിൻ്റെ ബാക്കിലായിട്ട് ഇതുപോലെയാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതെല്ലാം നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി മുന്നിലേക്ക് നിൽക്കുന്ന, അതായത് കൂടുതൽ നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് കിട്ടുന്നത്. ഇതിന് നമുക്ക് ബ്ലാക്ക് കളർ കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഏക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പെയിൻ്റ് ഒന്നും ഇല്ലയെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഈ ചെയ്തതൊക്കെ ബ്ലാക്ക് കളർ പേപ്പർ വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ഹാർട്ട് ഷേപ്പിലുള്ള പേപ്പേഴ്സ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ക്രാഫ്റ്റൊക്കെ ചെയ്തിട്ട് കളർ പേപ്പേഴ്സിൻ്റെ ബാക്കി വന്നിട്ടുള്ള കുഞ്ഞു പീസസൊക്കെ ഉണ്ടാവില്ലേ, അതിൽ നിന്ന് എടുത്താൽ മതി കേട്ടോ. അതാ ചെറിയൊരു പീസാണ് വേണ്ടത്. ഇതുപോലെ തന്നെ നമുക്ക് ഇത്രയും വലിപ്പമുള്ള ഒരു പീസ് ഓഫ് പേപ്പറും വേണം. അതും പല കളേഴ്സിലുള്ളത് എടുക്കുക. ഇത് നമുക്കൊരു ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ലീഫിൻ്റെ ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ സിഗ്സാഗായിട്ട് മടക്കുക. അപ്പോൾ കറക്റ്റ് ആ ഒരു ലീഫിൻ്റെ പാറ്റേണിൽ നമുക്ക് കിട്ടും. ഇതേപോലെ ഒരു എത്ര എണ്ണം വേണം? 7 എണ്ണമാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. എല്ലാം നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ഹാർട്ട് ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, അത് ഒട്ടിക്കാം. അപ്പോൾ ഓരോ കളേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇതേപോലെ റൗണ്ടിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കാണാനായിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ലീഫും കൂടി ഒട്ടിച്ചു കൊടുക്കണം. നമ്മൾ ഫെദേഴ്സിന് പകരം ലീഫാണ് ഒട്ടിക്കാൻ പോകുന്നത്. അത് ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ ബ്ലാക്ക് കളർ വുളൻ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിലെടുക്കാം. ഏറ്റവും സെൻറ്ററിൽ ഇത്തിരി വലുപ്പമുള്ളത് എടുക്കുക. അതിൻ്റെ 2 സൈഡിലും ആയിട്ട് ഒരേ വലുപ്പത്തിലുള്ളത്, പിന്നെ അതിൻ്റെ 2 സൈഡിൽ, അങ്ങനെയാണ് നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. സാധാരണ നമ്മുടെ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് ഞാനിത് ഒട്ടിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെല്ലോ ടേപ്പ് യൂസ് ചെയ്തിട്ട് ഒട്ടിക്കാം കേട്ടോ, ഒന്നും കൂടി ഒരു ഉറപ്പിന്. അങ്ങനെ എല്ലാം നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ ഡ്രീം ക്യാച്ചർ ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ നമുക്കിത് ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കൊളുത്ത് പോലെ ഉണ്ടാക്കിയിട്ടോ നമ്മുടെ ചുമരിൽ ഹാങ് ചെയ്തിടാം. അപ്പോൾ നമുക്കിത് ഹാങ് ചെയ്തിട്ടിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈസി ഡ്രീം ക്യാച്ചർ. ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്, പക്ഷേ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എളുപ്പമല്ലേ? അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നിങ്ങളുടെ പിക്ചേഴ്സൊക്കെ അയച്ചു തരാം. പിക്ചേഴ്സ് അയക്കുമ്പോൾ നിങ്ങളുടെ പേരും കൂടി വെച്ചോളൂ. എന്നിട്ട് മെയിൽ ഐ ഡിയിലേക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലേക്കോ അയച്ചു തരാം. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങൾ അയച്ചു തരുന്ന ഫോട്ടോസൊക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ പുതിയതായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.